രാജ്യത്തെ 10 നഗരങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനു പിന്നാലെ സിയാൽകോട്ടിലെയും ലാഹോറിലെയും പാകിസ്ഥാൻ സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾക്ക് കനത്ത നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ട്. 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി സിന്ദൂർ എന്ന പേരിൽ നടത്തിയ ഓപ്പറേഷനിൽ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം. ചൈന വികസിപ്പിച്ചെടുത്ത HQ-9 മിസൈൽ പ്രതിരോധ സംവിധാന യൂണിറ്റുകൾ ആക്രമിക്കപ്പെട്ടതായും ഇത് പാകിസ്ഥാൻ സൈന്യത്തെ ലാഹോറിൽ പ്രതിരോധരഹിതമാക്കിയതായും വൃത്തങ്ങൾ അറിയിക്കുന്നു. ലാഹോറിന് പുറമെ ഗുജ്റൻവാല, റാവൽപിണ്ടി, ചക്വാൾ, ബഹവൽപൂർ, മിയാൻവാലി, കറാച്ചി, ചോർ, മിയാനോ, അറ്റോക്ക് എന്നിവിടങ്ങളിലും ഡ്രോൺ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ലാഹോറിൽ വോൾട്ടൺ വിമാനത്താവളത്തിന് സമീപം വൻ സ്ഫോടന ശബ്ദം കേട്ടതോടെ സൈറണുകൾ മുഴങ്ങി. ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടിയെന്ന് റോയിറ്റേഴ്സും പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. പരിഭ്രാന്തരായ ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നതും പുകമേഘങ്ങൾ കാണുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. ലാഹോറിലെ ആഡംബരപൂർണമായ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിനോടും ലാഹോർ ആർമി കന്റോൺമെന്റിനോടും ചേർന്നാണ് ഈ പ്രദേശം. സിയാൽകോട്ട്, കറാച്ചി, ലാഹോർ വിമാനത്താവളങ്ങളിലെ വിമാന പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. 5 മുതൽ 6 അടി നീളമുള്ള ഡ്രോൺ ആകാം പൊട്ടിത്തെറിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. സിസ്റ്റം ജാം ചെയ്താണ് ഡ്രോൺ വെടിവെച്ചിട്ടതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. ഇതുവരെ ആളപായമോ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.